1954 ഡിസംബർ 30 റിലീസ് ചെയ്ത സിനിമയാണ് സ്നേഹസീമ. അസോസിയേറ്റഡ് പ്രൊഡക്ഷൻസിൻ്റെ ഈ സിനിമയുടെ നിർമ്മാതാവ് ടി. വാസുദേവൻ, സംവിധാനം എസ്. രാജൻ. പൊൻകുന്നം വർക്കിയുടെ രചനയിലുള്ള ഈ സിനിമയിൽ സത്യൻ, പത്മിനി, ജി. പിള്ള, കൊട്ടാരക്കര, മുതുകുളം രാഘവൻ പിള്ള, പി. പിള്ള, ജെ. ചെറിയാൻ, ബേബി ലളിത എന്നിവർ അഭിനയിച്ചു. ഛായാഗ്രഹണം എസ്. വേണു. അഭയദേവിൻ്റെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നത് ദക്ഷിണാമൂർത്തിയായിരുന്നു. 14 ഗാനങ്ങൾ ആണ് ഈ ചിത്രത്തിൽ ഉള്ളത്. കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ, പൊന്നേ പുന്നാര പൊന്നുമകളെ എന്ന താരാട്ടുപാട്ട് ആ ഇടയ്ക്ക് ഹിറ്റായിരുന്നു. സ്നേഹസീമയുടെ കഥ: ജോണി എന്ന ബാലൻ വളർന്നതും വലുതായതും ഒരു വൈദികൻ്റെ സംരക്ഷണയിൽ ആയിരുന്നു. ഈ ജോണിക്ക് ബാല്യകാല സുഹൃത്തുക്കളായി ഉണ്ടായിരുന്നത് ബേബിയും സ്കൂൾ മാനേജർ പൂപ്പള്ളി തോമസിൻ്റെ മകൾ ഓമനയുമാണ്. പ്രായമായപ്പോൾ ബേബി ഡോക്ടറായി. ജോണിയാകട്ടെ തോമസിൻ്റെ സ്കൂളിലെ അധ്യാപകനുമായി. ബേബിക്ക് ഓമനയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ഓമനയും ജോണിയും അനുരക്തരായി. തോമസ് എതിർത്തെങ്കിലും വൈദികൻ്റെ ആശീർവാദത്തോടെ ഓമന ജോണിയെ വിവാഹം കഴിച്ചു. ജോണി സ്കൂളിൽ നിന്നും രാജിവെച്ചു. ഇതിനിടെ ഓമനയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. കുടുംബം പോറ്റാൻ ബുദ്ധിമുട്ടിയ ജോണി എയർഫോഴ്സിൽ ചേർന്നു. സാവധാനം പൈലറ്റ് ഓഫീസറായി. ജോലിയിൽ ഉയർച്ച നേടി. ഒരു ദിവസം അടുത്ത ക്രിസ്മസിന് നാട്ടിലേക്ക് വരുന്നുവെന്ന് ജോണി കത്തെഴുതി അറിയിച്ചു. പക്ഷേ ക്രിസ്തുമസ് ആയപ്പോഴേക്കും ഓമനയ്ക്ക് ലഭിച്ചത് ജോണി വിമാന അപകടത്തിൽ മരിച്ചെന്ന സന്ദേശമാണ്. പിതാവ് തോമസും അന്തരിച്ചു. പിതാവിൻ്റെ അന്ത്യാഭിലാഷം അനുസരിച്ചും വൈദികൻ്റെ അനുകൂല ഉപദേശം മാനിച്ചും ഡോക്ടർ ബേബി ഓമനയെ സംരക്ഷിക്കാൻ തയ്യാറായി. എന്നാൽ ജോണി അപകടത്തിൽപ്പെട്ടുവെങ്കിലും മരിച്ചിരുന്നില്ല. മരണത്തിൻ്റെ കൈകളിൽ നിന്നും ഒരുവിധം രക്ഷപ്പെട്ട ജോണി നാട്ടിലെത്തി. ഓമനയെ നഷ്ടപ്പെട്ടത് അയാൾ ഓമനയെ കാണാൻ പോലും പോയില്ല. സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ജോണി അതീവ സങ്കടത്തിലൂടെ ആത്മഹത്യയ്ക്ക് തയ്യാറാകുന്നു. ചികിത്സയ്ക്കായി ബേബിയുടെ ക്ലിനിക്കിലെത്തുന്നു. ബേബി ജോണിയെ ചികിത്സിക്കുകയും ജോണിയെ തിരിച്ചറിയുകയും ചെയ്യുന്നു. ഓമനയും ജോണി എത്തിയത് അറിയുന്നു. ഇതിനിടെ ബേബിയെയും ഓമനയെയും വെടിവെക്കാൻ കോപാകുലനായി ജോണി തയ്യാറാവുന്നു. ഒടുവിൽ സ്വയം വെടിവെച്ച് മരിക്കുന്നു. ഓമന ഹൃദയാഘാതം മൂലം മരിച്ചു വീഴുന്നു. 2 ശവപ്പെട്ടികൾ ചലിക്കുന്നതോടെ ഈ കഥ അവസാനിക്കുന്നു. 1956 ഈ ചിത്രം പുണ്യവതി എന്ന പേരിൽ തമിഴിലേക്ക് മൊഴിമാറ്റം ചെയ്ത് തമിഴിലും പ്രദർശനത്തിന് എത്തിയിരുന്നു.